ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മാർക്കോ. ഇന്ന് നമ്മൾ പോകുന്നത് മരിയക്കുട്ടി അമ്മച്ചിയുടെ വീട്ടിലേക്കാണ്. പ്രാർത്ഥനാ അമ്മച്ചി ഇപ്പോൾ TV ഷോകളുടെ അടിമയാണ്. കഴിഞ്ഞ ആഴ്ച അമ്മച്ചിയുടെ വീട് ഒരു സംഭവ ബഹുലമായിരുന്നു. അമ്മച്ചിയുടെ വീടിന്റെ അവസ്ഥ എന്തായെന്നറിയാൻ നമുക്ക് പോകാം അമ്മച്ചിയുടെ വീട്ടിലേക്ക്. എന്താ മോനെ രാവിലെ വിളിച്ച്? നിനക്ക് പ്രമോഷൻ ആയല്ലോ. അങ്ങനെയെങ്കിൽ നീ അമ്മച്ചിയുടെ അക്കൗണ്ടിലേക്ക് കുറച്ച് ക്യാഷ് ഇട്. ഇത് അമ്മച്ചിക്ക് മക്കൾക്കൊന്ന് അടിച്ചു പൊളിക്കണം. ശരി, ലില്ലിക്കുട്ടിയുടെ മക്കളോട് ഞാൻ പറഞ്ഞോളാം. ഓക്കെ മോനെ, വൈകിട്ട് വിളിക്കാൻ മറക്കല്ലേ. ഇന്നലെ ടെലിവിഷൻ കണ്ട് എവിടാണ് ആ റിമോട്ട് വെച്ചത്? കിട്ടി. What a nonsense, Amma. What are you doing at this time? നിർത്തല്ലേ, ഞങ്ങൾ യേശുവിനെ നൃത്തം ചെയ്യിക്കുകയാണ്. ഇത് ഹോളി മൂവ്മെന്റ് ആണ്. ഹോളി ഇപ്പം ഹല്ലേലൂയ ഹല്ലേലൂയ. അമ്മ, ഞാൻ ഉപദേശിക്കുകയല്ല, അപേക്ഷിക്കുകയാണ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയമായെന്ന് അമ്മയ്ക്ക് അറിയുമോ? എന്റെ അഭിപ്രായത്തിൽ ഇത് അനുഗ്രഹത്തിനുള്ള പ്രൈം ടൈം ആണ്. നീ ഇങ്ങനെ സ്ക്രീൻ സ്പേസ് ഇടാൻ വേണ്ടി തൊള്ളവർക്കല്ലേ? ഈ ക്യാമറകളെല്ലാം കാണുന്നു. അടുത്ത ആഴ്ച ഇച്ചായനെയും വരും. ക്രിസ്മസ് എക്സാം ആണെങ്കിൽ തുടങ്ങാറ്. ഈ പിള്ളേരെ പറ്റി അമ്മച്ചിക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോ? എപ്പോഴും TV ഷോ. കറണ്ട് ബില്ലാണ് കുതിച്ചിരിക്കുകയാണ്. ഇതൊന്നും അമ്മച്ചിക്ക് അറിയണ്ടല്ലോ. ഇതൊന്നും കാശായില്ല മോളെ. എന്റെ മക്കളെ സോളാർ വിറ്റിയായിട്ടാ പോയിരിക്കുന്നത്. ഈ കറണ്ട് ചാർജ് കൂടുന്നത് നിന്റെ മറ്റേ കൺസ്ട്രക്ഷൻ മെഷീനുകൾ കാരണമാണ്. ഇപ്പോഴത്തെ കുടുംബങ്ങൾക്കൊന്നും മേലെനിക്ക് പണി എടുക്കണ്ടല്ലോ. എല്ലാം കഴിഞ്ഞു. മണവുമില്ല, രുചിയുമില്ല. ആ സ്വിഗ്ഗി പേയും വേണ്ട എന്തേലും ഒന്ന് വായി വെച്ച് കഴിക്കണമെങ്കിൽ. സാധാരണ ഒരു വീട്ടിൽ പ്രായമായ സ്ത്രീ അല്ലെങ്കിൽ അമ്മയുണ്ടെങ്കിൽ അവരാണ് മക്കളെയും മരുമക്കളെയും നേർപ്പാതയിൽ നയിക്കുന്നത്. വീട്ടിലേക്ക് ഒരാൾ പരിമിച്ച് കൊണ്ടുപോകുന്നതല്ല. ഇവിടാണെങ്കിൽ അമ്മച്ചി കഴിക്കും. പിന്നെ മക്കളുടെ കാര്യം പറയണത് ഒട്ടും അനുസരണയില്ല. ഞാൻ എന്തോന്നാ നീ പറയുന്നേ? നിന്റെ കുഞ്ഞാര മക്കളോട് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലേ? അവർക്ക് എന്തൊക്കെ കാട്ടി കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. നീ സ്ക്രീൻ സ്പേസ് ഇടാൻ വേണ്ടി തൊള്ളവർക്കല്ലേ? അമ്മച്ചി ഒന്ന് എത്തുന്നുണ്ടോ ഒരു സ്ക്രീൻ സ്പേസ്? നോക്കിയേ, ഒരു അമ്മച്ചി ഇരുന്നിട്ട് ഞാൻ ഈ വീട്ടിൽ ജെനുവിനായി നിന്നിട്ടുള്ളൂ. നിന്റെ മക്കളുടെ ഒപ്പം എന്റെ പ്രായം വന്ന എല്ലാ ടാസ്കിനും ഗെയിമിൽ ഞാൻ പങ്കെടുക്കുന്നില്ലേ? ഗെയിം, ടാസ്ക്, പാട്ട് ഇതെല്ലാം ഇവിടെ കൃത്യമായി നടക്കുന്നുണ്ട്. അതിനിടയിൽ ഇവിടെ പ്രാർത്ഥിക്കാൻ ഇവിടെ സമയം. അതിനിപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാനുള്ള വിഷയമൊന്നുമില്ല. എന്റെ മക്കളെ രക്ഷപ്പെട്ടു പോയാലും കുറച്ചേരും ഞാൻ കൊച്ചുകൊണ്ടി വിളിക്കുന്നത്. അവന്റെ ഫോൺ കാണാനാണ് എഴുന്നേൽക്കുന്നത് പോലും. അവനെ പ്രമോഷൻ കിട്ടിയത്. മക്കൾ ഉയരങ്ങൾ എത്തുമ്പോൾ അവരതിൽ നിലനിർത്തണമെങ്കിൽ അമ്മമാരുടെ പ്രാർത്ഥന നിരന്തരം ഉണ്ടാകണം. അല്ലേ, നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുവാണോ? മോളെ എങ്ങനെയാ അമ്മച്ചി? എനിക്കൊന്നും കാണണ്ട. മോനെ ഇങ്ങോട്ട് അമ്മച്ചി വരുത്തരാം. കനത്ത മഴ തുടരുന്നു. ഞാൻ ചെയ്യാൻ കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലയിൽ നാളെ അവധി. ഇന്നലെ പ്രിൻസിപ്പാളിൽ തന്നെ TV ഷോ കാരണം നിങ്ങൾ ഇതൊന്നും കണ്ടു കാണത്തില്ലേ? അതിന് മഴയൊന്നുമില്ലല്ലോ. മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. കർത്താവിന്റെ പ്രാർത്ഥന എടുക്കും. എന്തായാലും പരീക്ഷ എഴുതണം. കൊണ്ടോ നീ ഇവിടെ പ്രാർത്ഥന ഒന്നുമില്ലെന്ന് പറഞ്ഞത്. നമ്മൾ
ഇപ്പോഴാണോ മോളെ വിളിക്കാൻ പോകുന്നത്? ആരാ ചന്ദ്ര പ്രധാന വാളിൽ നിന്ന് ആരാ മുന്നിൽ നോക്കൂ. ഞങ്ങൾ ടെലിവിഷൻ ചാനലിൽ വന്നവരാണ്. ഇവിടെ വയറിലായ അമ്മച്ചി ഉണ്ടല്ലോ. ഞങ്ങൾ അമ്മച്ചി ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണ്. അമ്മച്ചിയെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുക. ചോദ്യം ചെയ്യല്ല, ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണ്. അമ്മച്ചി 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 ഇന്റർവ്യൂ ചെയ്യാൻ കുറെ പേര് വന്നിരിക്കുന്നു. ഒരു നിമിഷം, അമ്മച്ചി ഇപ്പോൾ വരാം. ഞങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തോട്ടെ. ഓക്കെ. ഇതമ്മച്ചിയുടെ മോളാണോ? അല്ല അല്ല, അമ്മച്ചിയുടെ അതേ മുഖച്ചായ, സൗന്ദര്യം തന്നെ അത് തന്നെ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞങ്ങൾ അമ്മച്ചി സൂപ്പറാ. കൂടുതൽ കൽപ്പിക്കാൻ നമ്മൾ കാര്യത്തിലേക്ക് നടക്കാം. എന്നിട്ട് ഇതുവരെ കടന്നില്ലല്ലോ. അമ്മച്ചി അമ്മച്ചി ബിഗ് ജോസ് കാണുന്നതിലൂടെയാണല്ലോ ഇത്ര അമ്മച്ചിക്ക് ബിഗ് ജോസ് മോഡൽ. യെസ്, ബിഗ് ജോസിന്റെ കറക്റ്റ് ഫാനാണ് മക്കളെ ഞാൻ. ദാ എന്റെ കൊച്ചുമോൻ പൃഥ്വിയാണ് എന്നെ വൈറലാക്കിയത്. അടുത്ത സീസണിൽ അമ്മച്ചിക്ക് ഒരു ചാൻസ് കിട്ടിയാൽ അമ്മച്ചി പോകുമോ? കർത്താവിനോട് ഞാൻ ആകെ പ്രാർത്ഥിക്കുന്നത് എന്നെ ബിഗ് ജോസിലേക്ക് വിളിക്കണേ എന്നാണ്. എങ്കിൽ അമ്മച്ചിയുടെ ആഗ്രഹം നടക്കട്ടെ. ഓക്കെ, ഇനി അമ്മച്ചോട് പൊതുവായിട്ടുള്ള ഒരു ചോദ്യം കേൾക്കട്ടെ. ഓക്കെ, ഇപ്പോൾ പെൻഷൻ പ്രായം കൂട്ടണമെന്ന ആവശ്യമായി കേസ് നടക്കുന്നുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് അമ്മച്ചിയുടെ അഭിപ്രായം എന്താണ്? ആളുകൾ കൂടുതൽ കാലം ജീവിക്കുന്നു. അതിനാൽ വിരമിക്കൽ ഇപ്പോൾ വെറും ഒരു മരീചിക മാത്രമാണ്. പരീക്ഷ എന്ന് പറഞ്ഞാൽ മരണം വരെ തുടരുമെന്നാണോ? ഓ എടാ കൊച്ചിനെ, എഴുതപ്പുറം ഒന്നും വായിക്കരുതേ. എങ്കിൽ അമ്മച്ചി ഒരു ലളിതമായി പറയുമോ? പറയാം. യുവാക്കൾക്ക് അവസരം നൽകുക, അല്ലെങ്കിൽ നിയമനത്തിന് മുമ്പ് തന്നെ അവർക്ക് പ്രായമാകും. എന്ന് വെച്ചാൽ? ഓ എടാ കൊച്ചിനെ, പെൻഷൻ പ്രായം ഇനിയും കൂട്ടിയാൽ യുവജനങ്ങൾ ശുശ്രൂഷ തുടങ്ങുമ്പോഴേക്കും അവർക്ക് പിറ്റേ ദിവസം തന്നെ പെൻഷൻ ആവശ്യം വരും. ഇനി ചോദ്യമൊന്നും ഇല്ലല്ലോ. അടുത്ത എപ്പിസോഡ് തുടങ്ങാനായി കാണും അല്ലേ? പൊക്കെ പൊക്കെ. നോക്കണേ, എല്ലാം റെഡി. എങ്കിൽ ഞങ്ങൾ ഇറങ്ങും. അമ്മച്ചി സുഖമായിട്ടിരിക്കുന്നോ? സുഖം തന്നെ. പിള്ളേരൊക്കെ എന്ത് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ലില്ലിക്കുട്ടി എന്ത്? മോളെ ലില്ലിക്കുട്ടി, കൊച്ചുമാൻ കിട്ടി ചായ എടുത്തേ മോളെ. ഞാൻ ചായം കാപ്പിന്ന് കുടിക്കില്ല മോളെ. ചൂടുവെള്ളം കുടിച്ചിട്ട് അറിഞ്ഞതേ ഉള്ളൂ. മോളിവിടെ നിന്നാൽ മതി. ഓക്കെ. അമ്മച്ചി ഏതാ ടീവിഷോ കണ്ട അടിച്ചാണ്? അമ്മച്ചി ഇപ്പോൾ വൈറലാക്കുവാൻ വേറെ ഒരുപാട് നാൾക്കാർ ഫെലോഷിപ്പിൽ നിന്ന് ഒരുക്കുന്നുണ്ട്. എപ്പോഴും TV കണ്ട് അനുകരിക്കാൻ നിൽക്കരുത്. അതെ, അവർ കാട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ കുടുംബമാണ്. ഇതെല്ലാം ഞങ്ങൾക്ക് സ്ഥിരം പറയണം. ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ദൈവം എനിക്ക് എന്നെ താരതമ്യം ഉപയോഗിക്കുന്നു. അത് ഇപ്പോഴാണ് അവസരം ലഭിച്ചതെന്ന് മാത്രം. പക്ഷേ ഞാനും എന്റെ മക്കളും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ കൊച്ചമ്മേ. അതെ, അമ്മച്ചിയുടെ ഡാൻസും പാട്ടും അഭിനയിക്കാനുള്ള കഴിവിനെ പ്രകടിപ്പിക്കാൻ അവസരമുണ്ട്. വിമീസ് ഫെലോഷിപ്പ് കലാമേള പിന്നൊരുക്കുന്നു. വനിതാ ലോകത്തിലും വിവിധ പ്രോഗ്രാം ചെയ്യാനും മക്കളെ സൺഡേ സ്കൂളിലും യൂത്തിലും കൊയറിലും ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാമിലും തയ്യാറാക്കി പങ്കെടുപ്പിക്കും. അതേ അമ്മച്ചി, മക്കൾ ദൈവമുള്ളവരായി വളരണം. ദൈവജനത്തിന് മുൻപിൽ നമ്മുടെ കഴിവുകളെ പ്രകടിപ്പിക്കാം. ദൈവഹിതമെങ്കിൽ നമ്മുടെ കഴിവുകളെ മാനിക്കുന്ന ദൈവം നമുക്ക് കൂടുതൽ അവസരം തരും. അമ്മച്ചിയുടെ ഭവനം ഒരു ദൈവഭവനമാണ്. അവിടെ ദൈവം വസിക്കുക തന്നെ വേണം. ശരി, എങ്കിൽ കൊച്ചമ്മനെ പറയുന്നത് ഞാൻ ചെയ്യാം. സമയമായ അമ്മച്ചി, ഞങ്ങളത് ഇറങ്ങട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പോകാൻ വരട്ടെ. അങ്ങനെയെങ്കിൽ നമുക്കെല്ലാവർക്കും ഇവിടെ സന്ധ്യാപ്രാർത്ഥനയായാലോ? ആയിക്കോട്ടെ. മക്കളെ വാ. ഇന്ന് മുതൽ പഴയ സ്റ്റാൻഡ് മാറ്റാം. ഇനി മുതൽ പുതിയ തുടക്കം. കർത്താവ് നിന്നെ നിരന്തരമായി
അതെ, നിരന്തരം നമ്മെ നയിക്കുന്ന കർത്താവിന് മുൻപിൽ പ്രാർത്ഥന നിരതരാകാം. മാതൃകയോടെ ദൈവത്തെ അറിഞ്ഞും ദൈവം അറിഞ്ഞും ഉള്ളതാകട്ടെ നമ്മുടെ ജീവിതം. ഇവിടെ ആസക്തിയിൽ നിന്ന് ഭക്തിയിലേക്ക് എന്റെ ലഘു ചിത്രീകരണം പൂർത്തിയാകും.